20% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ ഒരു നിശ്ചിത തുക നിക്ഷേപിച്ചു. 2 വർഷത്തിന് ശേഷം 1440 രൂപ തിരിച്ചു കിട്ടി. നിക്ഷേപിച്ച തുക എത്ര? കൂട്ടുപലിശ എന്ന ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. കൂട്ടുപലിശയായിട്ട് ബന്ധപ്പെട്ട സൂത്രവാക്യം A = P × 1 + R/100 n. ഇതിലത്തെ ഓരോ അക്ഷരങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു? P എന്നത് നിക്ഷേപിച്ച തുകയാണ്. A എന്നത് നമുക്ക് ബാങ്കിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും തുക. ആ തിരികെ കിട്ടിയ തുകയാണ് നമുക്ക് A എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. R എന്നത് പലിശ നിരക്കാണ്. N എന്നത് വർഷങ്ങളുടെ എണ്ണാണ്. നമുക്ക് ഈ സൂത്രവാക്യത്തിൽ വരെ കൊടുക്കുക. A എന്ന് പറയുന്നത് തിരികെ കിട്ടിയ തുക. തിരിച്ചു കിട്ടുന്നത് പറഞ്ഞിട്ടുണ്ട് 1440 രൂപ തിരിച്ചു കിട്ടി. അപ്പോൾ Aക്ക് പകരം 1440 സമം P എന്നത് നിക്ഷേപിച്ച തുകയാണ്. ചോദ്യം നിക്ഷേപിച്ച തുക എത്ര? അത് നമുക്കറിയില്ല. അപ്പോൾ P അതുപോലെ എഴുതി. ഇൻറ്റു ബ്രാക്കറ്റിൽ 1 + R എന്ന് പറയുന്നത് പലിശ നിരക്കാണ്. 20% വാർഷിക കൂട്ടുപലിശ നിരക്ക്. അപ്പോൾ ഈ ആറിന് പകരം 20 സൂത്രവാക്യത്തിലത്തെ 100 n എന്നത് വർഷങ്ങളുടെ എണ്ണാണ്. ചോദ്യത്തിൽ പറഞ്ഞിട്ട് 2 വർഷത്തിന് ശേഷം. അപ്പോൾ എന്നിന് പകരം 2 എഴുതി. 1440 P × ഇത് എങ്ങനെയാണ് കൂട്ടുക? നമുക്ക് 1 കൊണ്ട് 100നെ ഗുണിക്കുക. 1 കൊണ്ട് 100നെ ഗുണിച്ചാൽ 1 × 100 100. പിന്നെ ഈ കൂട്ടണം എന്നിട്ടു. ഈ 20 അതുപോലെ ഇട്ടു. 1 × 100 100 കൂട്ടണം അതുപോലെ ഇട്ടു. + 20 അതുപോലെ ഇട്ടു. പൊതുഛേദമായിട്ട് ഈ 100 ഇട്ടു. പിന്നെ ഹോൾ സ്ക്വയർ. 1440 P × 100ഉം 20ഉം കൂട്ടിയാൽ 120/100 ഹോൾ സ്ക്വയർ. 1440 P × ഇത് നമുക്ക് 20 കൊണ്ട് വെട്ടി ചുരുക്കാം. അപ്പോൾ 6 20 120, 5 20 100, 6/5 ഹോൾ സ്ക്വയർ. 1440 P × 6ൻ്റെ സ്ക്വയർ 36, 5ൻ്റെ സ്ക്വയർ 25 ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് അംശത്തിനും ഛേദത്തിനും സ്ക്വയർ എടുക്കണം. 6ൻ്റെ സ്ക്വയർ 36, 5ൻ്റെ സ്ക്വയർ 25. ഇതിന്ന് P കാണാൻ നമ്മൾ ഇൻറ്റു 36/25 സമത്തിൻ്റെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരിക. P ആണ് കാണേണ്ടത്. അപ്പോൾ P ഒരു ഭാഗത്ത് നിർത്തിയിട്ട് ഇൻറ്റു 36/25 1440ൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ P = 1440 ഇൻറ്റു എന്നുള്ളത് ഹരിക്കണം എന്നാവും. ഗുണിക്കണം എന്നുള്ളത് ഹരിക്കണം എന്നാവും. 1440 ഹരിക്കണം 36/25 സമം 1440 ഹരിക്കുക പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുക. അതായത് അംശവും ഛേദവും പരസ്പരം മാറ്റിയിടുക. 1440 ഹരിക്കണം എന്നുള്ള പകരം ഗുണിക്കണം എന്നിട്ടു. ഇതിനെ തിരിച്ചിട്ടു. 25/36. നമുക്ക് 36നെ ഒരു 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 4 കൊണ്ട് ഗുണിച്ചാൽ 4 6 24 ശിഷ്ടം 2 4 3 12 2 14. അതായത് 36 144 4 തവണ വെട്ടിക്കളയാം. പിന്നെ ഒരു 0 ഉണ്ട്. അപ്പോൾ 40 എന്ന് വരും. 40 × 25 കുടിക്കണം. അതിൽ 4 × 25 100 എന്ന് വരും. 4 × 25 100, പിന്നെ ഒരു 0. അതായത് 1000. P എന്നത് നിക്ഷേപ തുകയാണ്. നമുക്കതാണ് കാണേണ്ടത്. നിക്ഷേപ തുക 1000 രൂപ നിക്ഷേപിച്ചാലാണ് 2 വർഷം കഴിഞ്ഞ് 1440 രൂപ തിരികെ കിട്ടുക.